10-25 വയസ്സ് പ്രായമുള്ള മക്കളെയൊക്കെ കളഞ്ഞിട്ടാണ് ഒരാൾ പോയിട്ട് എന്ന് പറഞ്ഞാൽ മക്കളെ പോലെ തന്നെയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചത്. വേറെ ആരുമല്ല, നമ്മളെ ധർമ്മേന്ദ്ര ചേട്ടനെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. ബോളിവുഡ് ഇതിഹാസമാണ്, കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയോട്, അതായത് ഹേമമാലിനിയോട് ശത്രുത കാണിക്കാൻ തുടങ്ങിയത്. ഇതുവരെ കാണിച്ചിട്ടില്ല. ഇതുവരെ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഭാര്യ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രകാശ് കൗർ എന്ന് പറയുന്ന ആദ്യ ഭാര്യ, അവർ ഒരു സ്ഥലത്തും വന്ന് തൻ്റെ ഭർത്താവിനെ പറ്റി ദോഷം പറഞ്ഞിട്ടില്ല. പക്ഷേ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അവരുടെ മനസ്സ് ശരിക്കും പറഞ്ഞ നീറി നീറി ജീവിച്ച കാലങ്ങളുണ്ടാകും. അതായത് തൻ്റെ ഭർത്താവ് 25 വർഷത്തിന് ശേഷം മറ്റൊരു സ്ത്രീയെ തേടിപ്പോയിരിക്കുന്നു. ആ സ്ത്രീയെ കല്യാണം കഴിച്ചിരിക്കുന്നു. അവരെ പൊന്നുപോലെ നോക്കുന്നു. അവർക്ക് 2 പെൺമക്കളെ കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആദ്യ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന വിഷമം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ 25ാമത്തെ വിവാഹ വാർഷികവും അതുപോലെ തന്നെ 25 വയസ്സ് മക്കൾക്കുമായി. അപ്പോഴാണ് പോയിട്ട് തന്ത ഈ പണി ചെയ്തത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉള്ളതിൻ്റെ അഹങ്കാരം മാത്രമാണെന്ന് ധർമ്മേന്ദ്ര കാണിച്ചത്. ഏതായാലും അന്ന് ഈ അച്ഛനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അച്ഛൻ മരിക്കുന്നത് വരെ അച്ഛൻ കുറ്റം പറയാൻ ഒരു മക്കളും തയ്യാറല്ല. അതുപോലെ തന്നെയാണ് ധർമ്മേന്ദ്രൻ്റെ മക്കളും. അവർ തയ്യാറായിട്ടേ ഇല്ല. അവരച്ഛൻ്റെ എല്ലാ സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം അനുഭവിച്ചു. ഇപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള രൂപങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഹേമമാലിനിയായിട്ട് അവർ മിണ്ടാറില്ല. ഹേമമാലിനിയായിട്ട് തെറ്റി എന്തിനധികം പറയുന്നു, ഇപ്പോഴത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേ ഹേമമാലിനിയെയോ മക്കളെയോ അറിയിച്ചിട്ടില്ല. അതായത് നിയമപരമായിട്ട് എന്ന് പറഞ്ഞാൽ ധർമ്മേന്ദ്രയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആദ്യ ഭാര്യ തന്നെയാണ്. ആദ്യ ഭാര്യയും മക്കളും തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും അറിയാം ധർമ്മേന്ദ്രയുടെ 2ാമത്തെ വിവാഹത്തിൻ്റെതാണ് ഹേമമാലിനിയും പിന്നെ അതിലുള്ള മക്കള്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ചില സിനിമാ താരങ്ങളെ പോലെ നമ്മുടെ മലയാളത്തിലുള്ള ഒരു നടനുണ്ട്, ഇതേപോലെ തന്നെയാണ് ഏകദേശം. ഞാൻ പേരൊന്നും പറയുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീ നല്ല സൗന്ദര്യവതി ആണെങ്കിൽ അവളെ എനിക്ക് തന്നെ വേണം, അവളെ വേറെ ഒരുത്തൻ കല്യാണം കഴിച്ചാൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവൾ വേറെ ഒരുത്തൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്നെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല, എൻ്റെ കൂടെ തന്നെ വേണം, ഞാൻ അവരെ താമസിപ്പിക്കും. അങ്ങനെ കടുംപിടുത്തം പിടിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ ധർമ്മേന്ദ്രയും. അന്ന് ഹേമമാലിനി എന്ന് പറയുന്ന സ്ത്രീയുടെ കാലിന് വീണ് കരഞ്ഞിട്ടുണ്ട്. ഇവര് കാലിന് വീണിട്ട് എന്നെ ഒന്ന് കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഹേമമാലിനിയുടെ അച്ഛനും അമ്മയ്ക്കും തീരെ ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്താണ്, ഇയാൾ വിവാഹിതനാണ്, ഇയാൾ എന്ന് പറഞ്ഞ 4 മക്കളുടെ തന്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇഷ്ടമല്ലാത്തത്. ഹേമമാലിനി ഒരു കാരണവശാലും ഇത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഹേമമാലിനി ഇത് സമ്മതിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതിൽ നിന്നും എന്ത് നേട്ടമാണ്, അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്നത്? എന്ത് സന്ദേശമാണ് ഇവരൊക്കെ സമൂഹത്തിന് കൊടുക്കുന്നത്? ഒരാളുടെ ഭർത്താവിനെ തട്ടിയെടുത്തിട്ട് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചോളാം. ഇമാതിരി കൂറത്തരവുമായിട്ട് ഒരുത്തം പോലും പോകരുത്. പോയി കഴിഞ്ഞാൽ അവസ്ഥ ഇതാണ്. ഇന്നിപ്പോഴും ഹേമമാലിനിയുടെ അവസ്ഥ എന്താ? ഇന്ന് ഹേമമാലിനിയും മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണ്ടൂടാ. ധർമ്മേന്ദ്രന്റെ മക്കളല്ലെന്ന് പറഞ്ഞാൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തില്, അല്ലെങ്കിൽ അതിനു മുന്നേയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തിലാണ്. കാരണം എന്താ, അന്ന് ധർമ്മേന്ദ്രയുണ്ട്. ധർമ്മേന്ദ്ര ഉള്ളപ്പോൾ ഇവരൊക്കെ നല്ല രീതിയിൽ സ്നേഹം കാണിച്ചു. ഇപ്പോഴും ധർമ്മേന്ദ്രയില്ല, ഇനി അങ്ങോട്ട് സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി അവരെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അതാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടാൽ മതി എന്നുള്ള തരത്തിലാണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഏതായാലും ധർമ്മേന്ദ്ര പോയത് അദ്ദേഹത്തിന്റെ ഭാഗ്യം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ധർമ്മേന്ദ്രയായിട്ട് പ്രശ്നങ്ങളൊന്നും ആക്കാതെ നിന്നുകൊണ്ട് അയാളുടെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ്. അയാളുടെ പണവും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും വേണം, അത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ ഭാര്യ ഒരുപാട് ബുദ്ധിമുട്ടിയാലും നിങ്ങൾ ആലോചിച്ച് നോക്കറോ. അതായത് ഭർത്താവിന്റെ ആദ്യ രാത്രിക്കൊക്കെ അവര് ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ച ആ വിഷമങ്ങളും കാര്യങ്ങളും, പിന്നെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലേക്ക് പോകുന്നു, അവിടെ താമസിക്കുന്നു. ഭാര്യ എന്ന നിലയിൽ അവരാണെങ്കിലും സിനിമാ ലോകത്തുള്ള ഒരു പരിപാടിക്കും പോക്കില്ല. സിനിമയിലുള്ള എന്തിനു പറയുന്നത് ഈ ധർമ്മേന്ദ്രയുടെ പുറകെ നടക്കാൻ വരെ അവർ പോക്കില്ല. അവരുടെ മക്കളാരെയും അവർ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടില്ല. അതാണ് മനസ്സിലാക്കുക. ഇന്നും നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞ് ഒരാൾക്കും അറിയില്ല ഇന്ന് അവർ ധർമ്മേന്ദ്രയുടെ ആ ഒരു എന്താ പറയുക 2 പെൺമക്കളെ നമുക്ക് ആർക്കും അറിയില്ല. മൂത്ത മക്കളെ ഇപ്പൊ സണ്ണി ഡിയോളായും ബോബി ഡിയോളായും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലുള്ളത് കൊണ്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ അവരെ പറ്റിയിട്ട് ഒരു വിവരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെയൊക്കെ മാനസിക അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ കൃത്യമായിട്ട് പകരം ചോദിക്കുന്നത്. ഇപ്പോഴവർ പല സ്ഥലത്തും ഹേമമാലിനിയും കുട്ടികളും പറയുകയാണ്, പഴയതുപോലെ ആർക്കും സ്നേഹമില്ല, അതുപോലെ പഴയതുപോലെ ആരും മിണ്ടുന്നില്ല, പഴയതുപോലെ എന്താ പറയുക ആവില്ല, ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം തന്നെ, സ്വത്തിനെ ചൊല്ലിയിട്ടും പ്രശ്നം ഉണ്ടാകും. ആദ്യത്തെ 4 മക്കൾക്കും ചിലപ്പോൾ ഇവറ്റകൾക്ക് 2 പേർക്കും സ്വത്ത് കൊടുക്കത്തില്ല, സ്വത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടാവില്ല. എന്താ കാര്യോ? അത് അച്ഛൻ്റെ ഇല്ലീഗൽ അല്ലേ? അതായത് ലീഗലായവർക്ക് മാത്രമല്ലേ സ്വത്തുള്ളൂ എന്നുള്ള കാര്യത്തിലായിരിക്കാം അവർ പറയുന്നത്.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും പൊക്കി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. പ്രതികരിക്കേണ്ടതാണെങ്കിൽ അന്ന് പ്രതികരിക്കണമായിരുന്നു. എത്ര വലിയ പണക്കാരനായാലും വേണ്ടിയില്ല, കോടീശ്വരനായാലും വേണ്ടിയില്ല, എനിക്ക് നിന്റെ കോടി വേണ്ട. അതായത് നീ മറ്റൊരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യയായിട്ട് ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീ ശരിക്കും പറഞ്ഞ് ഇറങ്ങിപ്പോകണമായിരുന്നു. അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് വേറെ കല്യാണം കഴിക്കണമായിരുന്നു, അന്തസ്സായിട്ട് ജീവിക്കണമായിരുന്നു. പക്ഷെ അതൊന്നും സാധിക്കില്ലട്ടെ. കാരണം എന്താ വെച്ചാൽ ധർമ്മേന്ദ്ര എന്ന് പറയുന്ന ഒരു ഫാക്ടർ അയാൾ ഭയങ്കരമായിട്ട് കഴിയില്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പോയിട്ട് ഈ സ്ത്രീയെ പറ്റിയിട്ട് 4 കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാട്ടുകാർ തന്നെ കല്ലെറിയും. ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞാൽ അത്ര വികാരമാണ് അവിടെ. അതാണ് മനസ്സിലാക്കേണ്ടത്. ധർമ്മേന്ദ്ര സൂപ്പർ സ്റ്റാറായിട്ട് വെലുസുന്ന സമയമല്ലേ. പിന്നെ സൗന്ദര്യമാണെങ്കിൽ ധർമ്മേന്ദ്രക്ക് ഭാര്യക്കോരി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഹേമമാലിനി നല്ല സൗന്ദര്യവതിയാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും വിവാഹം കഴിച്ചത്. അതുകൊണ്ട് ഈ കുറെയെല്ലാം തെറ്റ് എന്ന് പറഞ്ഞാൽ ഹേമമാലിനിയുടെ കയ്യിലുണ്ട്. ഹേമമാലിനിക്ക് ഒരു സ്ത്രീയുടെ ശത്രു ഒരു സ്ത്രീ എന്ന് പറയുന്ന പോലെയാണ്. അതായത് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഒരു പുരുഷനെ ഒരു കാരണവശാലും ആ സ്ത്രീ ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. അതായത് അവരുടെ സമ്മതമില്ലാതെ ഒരിക്കലും അവർക്ക് 2 കുട്ടികൾ ജനിക്കത്തില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെ താലികെട്ടാൻ കഴിയില്ല. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ശത്രു ഒരു സ്ത്രീയാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഒരു കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് ഹേമമാലിനി കൂട്ടുനിന്നു. ആ പാവപ്പെട്ട സ്ത്രീ, അവരെ നമ്മൾക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. ഇയാളുടെ ആദ്യത്തെ ഭാര്യയെ 54-ലാണ് കല്യാണം കഴിയുന്നത്. 54 കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് 26 വർഷത്തിന് ശേഷമാണ് ഭർത്താവിന് അവർ മോശമാണ്, അല്ലെങ്കിൽ അവർ ശരിയല്ല, ഇനിയിപ്പോൾ അടുത്തതിൽ തേടി പോകാം എന്ന് തോന്നിയത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധർമ്മേന്ദ്ര എന്ന് പറയുന്ന നടനെ അടിച്ചിറക്കേണ്ടതിനു പകരം ഇവരെന്ത് ചെയ്തു, ഇവരങ്ങ് കല്യാണം കഴിച്ചു. അത് തന്നെയാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ അവിടെയൊക്കെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം തന്നെയാണ്. അവര് തമ്മിൽ കുടുംബങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാവിധാക്കി ആയിട്ട് തന്നെയാണ് ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. അതായത് അവർക്ക് ധർമ്മേന്ദ്ര മരിച്ചതിന് ശേഷം അവർക്ക് ഭയങ്കര ദേഷ്യമാണ് എല്ലാവർക്കും. ഈ 2 കുട്ടികളും ധർമ്മേന്ദ്ര മക്കളായിട്ട് അവർ അംഗീകരിക്കത്തില്ല. ധർമ്മേന്ദ്ര ഉള്ളപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പൊ അയാൾ മരിച്ചപ്പോൾ അവരെ ഈ രണ്ടുപേരെയും അംഗീകരിക്കില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്ന ഹേമമാലിനിയെ കൂടി അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് മക്കളായാലും മറ്റു ബന്ധുക്കളായി കഴിഞ്ഞാലും ഒക്കെ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനുള്ള കാലം മാത്രം മതി, ഇനി അങ്ങോട്ട് വേണ്ട. അമ്മ ഇപ്പോഴാണ് ശരിക്കും വാ തുറക്കുന്നത്. ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് യാതൊരു വിധത്തിലുള്ള വോയിസും ഇല്ല. ആ സ്ത്രീ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അവരെ ഒരാളും കണ്ടിട്ടില്ല. അവരിനി എങ്ങനെയാണ് എന്താണ് എന്ന് പോലും ആർക്കും അറിയില്ല. അവരനുഭവിച്ച വേദനകൾ എന്ന് പറഞ്ഞാൽ 1.5 വേദനകൾ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുക. ജീവിക്കുന്ന കാലത്ത് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, ആ ഒരാൾക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുക. അല്ലാതെ നമ്മളെ പല ആൾക്കാരും നമുക്ക് വേണം, ഇല്ലെങ്കിൽ പല ആൾക്കാരെയും നമുക്ക് കെട്ടിയാൽ കൊള്ളാവുന്നുണ്ട്, അങ്ങനെയുള്ള ഇതിലേക്ക് പോകാതിരിക്കുക. പോയി കഴിഞ്ഞാലുള്ള ദുരന്തത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, ഹേമമാലിനി ആയാലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഭാര്യയുടെ മക്കളായി കഴിഞ്ഞാലും ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ അച്ഛൻ എന്താണ് ഉദ്ദേശിച്ചത് അതുപോലെ ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇതുപോലെ കൂട്ടം കൂടി തല്ലുകൂടിയിട്ടല്ല ജീവിക്കേണ്ടത്. നന്ദി, നമസ്കാരം.